നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. 2026 വർഷത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഈ വിഷുവിന്റെ ആരംഭത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിന് മുന്നേ തന്നെ ശുക്രന്റെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. അത്ഭുതകരമായ ഒരു സഞ്ചാരമാണ് ഇവിടെ കാണാൻ സാധിക്കുക. വെറും 2 മാസത്തിനുള്ളിൽ ശുക്രൻ 3 രാശികളിലൂടെ കടന്നു പോകുന്നു. മാർച്ച് 26 ശുക്രൻ മേടം രാശിയിലേക്ക് മാറുന്നു. ഏപ്രിൽ 18 സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് മാറുന്നു. മെയ് 10 മിഥുനം രാശിയിലേക്കും ശുക്രൻ സഞ്ചരിക്കുന്നു. ഈ അതിവേഗത്തിലുള്ള മാറ്റം പല നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യങ്ങൾ കൊണ്ടുവരും. സാമ്പത്തികം, വിദ്യാഭ്യാസം, ദാമ്പത്യം, പ്രണയം തുടങ്ങിയ ജീവിതത്തിലെ എല്ലാ സുഖങ്ങൾക്കും കാരണമാകുന്ന ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ശുക്രന്റെ അനുഗ്രഹം ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വർദ്ധിച്ച ഗുണം പ്രദാനം ചെയ്യും. ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രന് ബലമുണ്ടെങ്കിൽ അഥവാ ജാതകന് ശുക്രൻ യോഗകാരകനാണെങ്കിൽ ഈ സമയം അവർക്ക് രാജയോഗപ്രദമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. ഈ സമയം ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരും അവരുടെ 9 രാശികളും ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വർഷത്തെ വിഷു തുടങ്ങുന്നതോടെ നിങ്ങളുടെ മോശം സമയങ്ങൾ മാറി നല്ല കാലം തുടങ്ങുകയാണ്. ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടന്നു കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു ചേരും. പണമിടപാടുകളിൽ കുറെ കാലമായി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ ഈ സമയത്ത് അവസാനിക്കും. പഴയ കടങ്ങൾ വീട്ടാൻ പുതിയ വഴികൾ തെളിയും. വരുമാനം വർദ്ധിക്കുന്നതിലൂടെ സാമ്പത്തികമായി വലിയൊരു സുരക്ഷിതത്വം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭാവിയിലേക്ക് പണം സമ്പാദിച്ചു വെക്കാൻ പറ്റിയ മികച്ച സമയമാണിത്. മുൻപ് നിങ്ങളെ അലട്ടിയിരുന്ന മാനസികമായ വിഷമങ്ങൾക്കും കുടുംബത്തിലെ അസ്വസ്ഥതകൾക്കും ഈ കാലയളവിൽ ഒരു പരിഹാരമുണ്ടാകും. സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ കൈവരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ പരിശ്രമിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാർത്തിക, രോഹിണി, മകീരം നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ സ്വന്തം രാശിയിലേക്ക് തന്നെ എത്തുന്ന അപൂർവമായ ഒരു സമയമാണിത്. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അത്രയും ശക്തിയും സന്തോഷവും ശുക്രൻ അവിടെ ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണമാകും. ഈ സമയത്തുള്ള ശുക്രന്റെ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ജാതകത്തിൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നൽകിയിരുന്ന പരീക്ഷണങ്ങൾക്കും തടസ്സങ്ങൾക്കും അറുതി വരുത്താൻ സഹായിക്കും. കടം വാങ്ങേണ്ടി വന്ന സാഹചര്യങ്ങൾ മാറും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നിങ്ങൾക്കെതിരായി നിന്നിരുന്നവർ പരാജയപ്പെടുകയും നിങ്ങളുടെ പ്രഭാവം വർദ്ധിക്കുകയും ചെയ്യും. സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ വലിയ വിലയും നിലയും ലഭിക്കും. അവരുടെ കഴിവുകൾക്ക് അർഹിച്ച അംഗീകാരം തേടി വരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ കുറച്ചു കാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾ പോലും വിട്ടുമാറുകയും ശാരീരികവും മാനസികവുമായി നല്ല ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മിഥുന രാശിക്കാർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം ഒരു വലിയ ആശ്വാസമാണ് നൽകാൻ പോകുന്നത്. ജാതകത്തിലെ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വരുത്തിയിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഈ സമയത്ത് വലിയ കുറവുണ്ടാകും. ജോലിയിൽ കഠിനമായ അധ്വാനവും പലപ്പോഴും അർഹിച്ച ഫലം കിട്ടാത്ത അവസ്ഥയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ ശുക്രന്റെ ഈ സഞ്ചാരം ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും. ജോലിയിൽ സമാധാനവും ചെയ്യുന്ന ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. കുറെ കാലമായി നിങ്ങളെ സങ്കടത്തിലാക്കിയിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇപ്പോൾ ഒരു പരിഹാരമുണ്ടാകും. പഴയ കടങ്ങൾ പടിപടിയായി വീട്ടാൻ ആവശ്യമായ വരുമാനം വന്നു ചേരും. ഇത് നിങ്ങളുടെ വലിയൊരു മാനസിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും.
പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിവ് സമ്പാദിക്കാനും ഈ സമയം നല്ലതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനോ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ജീവിത പങ്കാളിയുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കാൻ സാധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരാനും സാധ്യതയുണ്ട്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് ഭാഗ്യവും ഐശ്വര്യവും ഒരേപോലെ അനുഭവപ്പെടുന്ന സമയമാണ്. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഈ സമയത്ത് സംഭവിക്കും. ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ആത്മവിശ്വാസം തോന്നും. മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാനും അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് മികച്ച സമയമാണ്. കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാവുകയും ബിസിനസ് വിപുലീകരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. ഏറെക്കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യമുണ്ടാകാനും ഈ അനുകൂല സമയം സഹായിക്കും. നിങ്ങളുടെ തറവാടുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ ഉള്ള ആചാരങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും നൽകും. പല വഴികളിലൂടെ പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും. സാമ്പത്തികമായി വലിയൊരു വളർച്ച ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പണത്തിന്റെ ലഭ്യത കൂടുന്നത് ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനായ ആദിത്യനും ഭാഗ്യത്തിന്റെ ദേവനായ ശുക്രനും ഒരേ സമയം ഭാഗ്യസ്ഥാനത്ത് സംഗമിക്കുന്ന അപൂർവമായ ഒരു സമയമാണിത്. കുറെ കാലമായി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ സമയത്ത് വളരെ വേഗത്തിൽ നടന്നു കിട്ടും. തടസ്സങ്ങൾ താനെ വഴിമാറുന്ന അവസ്ഥയുണ്ടാകും. സാമ്പത്തികമായി വലിയൊരു കുതിച്ചുചാട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ലോട്ടറി അടിക്കുന്നത് പോലുള്ള വലിയ ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ വിചാരിക്കാത്ത വഴിയിലൂടെ വലിയൊരു തുക കൈവശം വന്നു ചേരാനോ സാധ്യതയുണ്ട്. പണത്തിന് ബുദ്ധിമുട്ടുള്ള അവസ്ഥ മാറി വരും. നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുന്ന സമയമാണിത്. ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ സാഹചര്യങ്ങൾ താനെ ഒത്തുവരും. കുടുംബത്തിൽ വളരെ നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കും. ദീർഘകാലമായി കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഈ സമയത്ത് അവസാനിക്കും. മക്കളുടെ പഠനകാര്യത്തിലോ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലോ ഉണ്ടായിരുന്ന ഉത്കണ്ഠകൾ ഈ സമയത്ത് മാറിക്കിട്ടും. അവരുടെ പുരോഗതിയിൽ അഭിമാനിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രങ്ങൾ ഉൾപ്പെട്ട തുലാവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ മാറ്റം അവർക്ക് മാനസികമായും ശാരീരികമായും വലിയ ഊർജം നൽകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. കൂടാതെ മനസ്സിൽ കുറെ കാലമായി വിചാരിച്ച പല കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും പരസ്പര ധാരണയും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പരീക്ഷകളിൽ നല്ല വിജയം നേടാനും സാധിക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. തുലാവൻ രാശിയിലെ സ്ത്രീകൾക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. വിട്ടുമാറാത്ത തലവേദന, കഴുത്തുവേദന തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായ പുരോഗതി മനസ്സിന് ഉന്മേഷം നൽകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരവസരം ഈ സമയത്ത് ലഭിക്കും. നിലവിൽ ജോലിയുള്ളവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രങ്ങൾ അടങ്ങിയ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവുണ്ടാകുന്ന കാലഘട്ടമാണിത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഭാഗ്യത്തിന്റെ ഒരു സ്പർശം ഈ സമയത്ത് അനുഭവപ്പെടും.
കഠിനാധ്വാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാഗ്യം കൂടിയുള്ളതുകൊണ്ട് ആഗ്രഹിച്ച ഫലം വേഗത്തിൽ ലഭിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. വീട്ടിലുള്ളവർ തമ്മിൽ മുൻപുണ്ടായിരുന്ന ചെറിയ കലഹങ്ങൾ മാറി എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകും. സാമ്പത്തികമായി വലിയൊരു മുന്നേറ്റം ഈ കാലയളവിലുണ്ടാകും. വരുമാനം വർദ്ധിക്കുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കും. പുതിയ സ്വത്തുവകകൾ സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി നിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സമയത്ത് പടിപടിയായി ഒഴിഞ്ഞു പോകും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മക്കളെ കുറിച്ച് അഭിമാനിക്കാൻ വകയുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അവരുടെ പഠനത്തിലോ തൊഴിലിലോ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ അടങ്ങിയ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന കഠിനമായ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒരു മോചനം ഈ സമയത്തുണ്ടാകും. അനാവശ്യമായ പേടികളും ടെൻഷനുകളും നിങ്ങളെ വിട്ടുപോകും. പണമിടപാടുകളിൽ വലിയൊരു ആശ്വാസം പ്രതീക്ഷിക്കാം. കുറെ കാലമായി തിരിച്ചടക്കാൻ കഴിയാതെ വിഷമിച്ചിരുന്ന പഴയ കടങ്ങൾ തീർക്കാൻ ആവശ്യമായ സാഹചര്യം ഈ സമയത്ത് തെളിയും. നിങ്ങളുടെ ജാതകത്തിലെ 4-ാം ഭാവത്തിൽ ശുക്രൻ വരുന്നതോടെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും വീട് നവീകരിക്കാനോ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ ഉള്ള സാധ്യതയുണ്ടാകും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെയുള്ള നിങ്ങളുടെ നീക്കങ്ങൾ വിജയത്തിലെത്തിച്ചേരും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാർക്ക് ശുക്രന്റെ ഈ രാശിമാറ്റം ഒരു വലിയ അനുഗ്രഹമാണ്. ശനി നൽകുന്ന ദോഷങ്ങൾക്കിടയിലും ശുക്രൻ നിങ്ങൾക്ക് ആശ്വാസമായി മാറുന്നു. നിങ്ങളുടെ ജന്മരാശിയിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളും മാനസിക വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ ശുക്രന്റെ ഈ പുതിയ രാശിമാറ്റങ്ങൾ ശനി നൽകുന്ന കഠിനമായ ദോഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും കുറവുണ്ടാക്കും. ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം വന്നു ചേരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. കുറെ കാലമായി ജോലി അന്വേഷിച്ചിട്ടും നിരാശരായിരിക്കുന്നവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു നല്ല തൊഴിൽ ലഭിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരും. നിലവിൽ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് അത് മാറിക്കിട്ടുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായി വലിയൊരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും വരാനിരിക്കുന്ന മെയ്, ജൂൺ മാസങ്ങളോടെ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും. കടബാധ്യതകൾ തീർക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഈ മാസങ്ങൾ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ കലാരംഗത്തോ സാംസ്കാരിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വലിയ വളർച്ചയും പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കും. ദാമ്പത്യത്തിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറി സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചു വരും. ഇവിടെ നൽകിയിരിക്കുന്നത് ഓരോ രാശിക്കാരെയും സംബന്ധിച്ച പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ ഫലാനുഭവങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കിയേക്കാം. ശുക്രന്റെ ഈ അതിവേഗത്തിലുള്ള രാശിമാറ്റം എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പുരോഗതിയും ഐശ്വര്യം നിറഞ്ഞ നാളുകളും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ജ്യോതിഷപരമായ അറിവുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.